എവേക്ക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ച കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ഭാരത് മാതാ കി ജയ് എല്ലാവരും ഏറ്റുവിളിക്കാതിരുന്നതാണ് പ്രകോപനം. സദസ്സിലിരുന്ന സ്ത്രീകളോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നും മന്ത്രി. Enthusiasm needs to be expressed. Bharat Mata ki! This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata ki! The lady in yellow can stand up. Yeah. Don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mata? This woman is still standing like this. I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of Youth Conclave. Bharat Mata ki! മുഹമ്മദ് ഷഹീദുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷഹീദ്, എന്താണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്? നെഹ്റു യുവകേന്ദ്രയും തലസ്തി ഉൾപ്പെടെയുള്ള ചില സംഘപരിവാർ സംഘടനകളും സംയുക്തമായാണ് ഒരു എവേക്ക് എന്ന പേരിൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതിന്റെ ഉദ്ഘാടനം പ്രസംഗത്തിന് ശേഷം അവസാനമാണ് ഈ ഭാരത് മാതാ കി മുദ്രാവാക്യം വിളിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. അത് ഏറ്റുവിളിക്കാൻ സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറായി, ചില കുട്ടികൾ ഇത് തയ്യാറായതുമില്ല. ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മന്ത്രി തുടർച്ചയായി അത് ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും സദസ്സിൽ പലരും അത് മൗനം പാലിച്ചു. അപ്പോഴാണ് ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഇന്ത്യ തങ്ങളുടെ വീടല്ലേ, അങ്ങനെ അല്ല ചിന്തിക്കുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകും, ആ രീതിയിലൊക്കെയാണ് പിന്നീട് അവർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് തന്റെ ഭാരത് മാതാ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ തയ്യാറാവാത്തവരെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിമർശനവും പ്രതികരണവുമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് മന്ത്രിയെ എല്ലാവരും വിളിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും സംഘപരിവാർ വേദികളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന രീതിയിലാണ് മറ്റു കുട്ടികൾ പലരും അത് ഏറ്റുവിളിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് നിർബന്ധപൂർവ്വം എല്ലാവരും ഇത് വിളിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് അവർ നിരന്തരം പിന്നെ തുടർച്ചയായി ഒരു 10-15 തവണ ഭാരത് മാതാ കി എന്ന മുദ്രാവാക്യം അവിടെ മന്ത്രി തന്നെ സ്വയം മുഴക്കുകയും അത് സദസ്സിനെ ഏറെക്കുറെ മുഴുവൻ ആളുകളെ കൊണ്ടും അത് ഏറ്റുവിളിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു നടപടിയിലേക്ക് മന്ത്രി പോയി. അതിനുശേഷമാണ് അവർ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം നന്ദകുമാർ സംഘപരിവാർ ഒരു നേതാവ് കൂടിയാണ്, അദ്ദേഹം പിന്നീട് പ്രസംഗിച്ചു. അദ്ദേഹം ഈ സമാനമായ വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് ഈ രീതിയിൽ ഭാരത് മാതാ മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാകാത്ത ഒരു യുവതലമുറ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് എതിർക്കപ്പെടേണ്ടതാണ് തുടങ്ങിയ ആ രീതിയിൽ പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഈ കാര്യമാണ്.